ചേച്ചിക്ക് ശരത്തിന് ഓർമ്മയുണ്ടോ? ഭവൻസിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ശരത് ബാലകൃഷ്ണൻ. നെയിം സൗണ്ട്സ് ഫെമിലിയർ. എന്താ ചോദിച്ചേ നീ? അവൻ ഇന്നലെ സൂയിസൈഡ് ചെയ്തു. നവീനിപ്പോൾ ഗ്രൂപ്പിലിട്ടതാ. റീസൺ എന്താ സൂയിസൈഡിന്? അതറിയില്ല, എന്നെ ഗ്രൂപ്പിൽ എല്ലാവരും ചോദിക്കുന്നേ. You know what, ചേച്ചി? Sharat was my first crush. You never told me that. Was it just a crush. അവൻ അറിയായിരുന്നോ? So when did all this happen? 9th സ്കൂളിനടേക്ക് ജൂലിയസ് സീസർ പ്ലേ ചെയ്ത് ഓർമ്മല്ലേ? You were California. ശരത്തായിരുന്നു ജൂലിയസ് സീസർ. That is when it all began. Sometime in the middle of those rehearsal sessions. Actually, അപ്പോഴായിരുന്നു അവൻ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. 8th മുതൽ നമ്മൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. But this guy never talked to girls. You know the type, right? I do. It might sound a little strange. ഞാൻ 2 ദിവസം മുമ്പ് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. സോ ഈ പ്ലേ കഴിഞ്ഞു. പിന്നെ അവന് പണ്ടത്തെ പോലെ എന്നോട് സംസാരിക്കേണ്ടായി. ഞാൻ അവനോട് മിണ്ടിയില്ല. Me for obvious reasons and him, I figured he did not like me after all. പിന്നെ ഒരു ദിവസം 10th ചേച്ചിക്ക് സ്കൂൾ ലൈബ്രറി ഓർമ്മയില്ലേ? നമ്മൾ ബുക്സ് എടുക്കാറുള്ള റൂമില്ലേ? ലൈബ്രറിക്കകത്ത് ഒരു സീക്രട്ട് റൂം പോലെ റൂം. അവിടെ ആയിരിക്കും ലൈബ്രറി മോണിറ്റർ ഇരിക്കുക. ആൻഡ് വീഡ് ബി ലെറ്റ് ഇൻ 1 at a time to get the books. അതെപ്പോഴും ഷീല മാമിൻ്റെ പെറ്റ് ആരെങ്കിലും ആയിരിക്കും. 10th ശരത്തായിരുന്നു ലൈബ്രറി മോണിറ്റർ. ഫ്രൈഡേ സെക്കൻഡ് പീരീഡ് ആയിരുന്നു ലൈബ്രറി പീരീഡ്. ഞാൻ എല്ലാ ആഴ്ചയും ഫ്രൈഡേ സെക്കൻഡ് പീരീഡ് ആവും വെയിറ്റ് ചെയ്യും. Then I'd get to be alone with him in that room for some time. Nothing would happen though. ഞാൻ ഏതെങ്കിലും ബുക്ക് എടുക്കും, അവനെ ക്വാറന്റൈനിൽ ഏതെങ്കിലും ബുക്ക് വായിക്കുന്നുണ്ടാവും. ഒരു ദിവസം ഞാൻ ബുക്ക് ഷെൽഫിൽ നിന്ന് എടുത്തത് ദ മൂൺ സ്റ്റോൺ പറഞ്ഞ നോവലായിരുന്നു. ജസ്റ്റ് റണ്ണിങ് ത്രൂ ദ പേജസ്. പെട്ടെന്ന് അവനെ ക്വാറന്റൈനിൽ ഇറ്റ്സ് എ റിയലി ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞു. And then he walked up to me and said, if you're trying to know if it's a good book or not, don't run through the pages. Read the last page instead. അവൻ എപ്പോഴും അതാ ചെയ്യാറുണ്ട്. ഒരു ബുക്ക് കിട്ടിയ ലാസ്റ്റ് പേജ് ആദ്യം വായിക്കാറ്. Who does that? Wouldn't that take away the fun? ഞാനും ചോദിച്ചത് അവനോട്. അപ്പോൾ അവൻ പറഞ്ഞു ഇറ്റ്സ് മോർ ഫൺ വെൻ യു നോ ദ എൻഡിങ് ബിഫോർ ഹാൻഡ്. എന്നിട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് ലാസ്റ്റ് പേജ് ഒച്ചത്ത് വായിച്ച് കേൾപ്പിച്ചു എന്നെ. He stood there right next to me with a twinkle in his eyes, and I had this intense desire to kiss him then. മിഞ്ഞാന്ന് ചർച്ച് സ്ട്രീറ്റിലൊരു യൂസ്ഡ് ബുക്ക് സ്റ്റോറിൽ ഞാൻ ആ ബുക്ക് കണ്ടിരുന്നു, മൂൺ സ്റ്റോൺ. അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ ആ ബുക്ക് എടുത്തിട്ട് ലാസ്റ്റ് പേജ് വായിച്ചു ഞാൻ. Hey. Hey. എന്താ നീ ആലോചിക്കുന്നത്? എന്നോട് കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ചെക്കൻ സൂയിസൈഡ് ചെയ്തു. Can you keep a secret? I steal things. എന്താ?
I steal things. What do you mean steal things? Kleptomaniac ആണോ നീ? ശരത്ത് എന്നായിരുന്നു എൻ്റെ പേര്. എൻ്റെ സെയിം ഇയർ ആയിരുന്നു കോളേജിൽ. അവളൊരു സ്ട്രേഞ്ച് ഹോബി ഉണ്ടായിരുന്നു. മിനി ക്യാൻവാസ് കണ്ടിട്ടില്ലേ? ക്യാൻവാസ് എന്ന് വെച്ചാൽ വരയ്ക്കുന്ന ക്യാൻവാസോ? ബട്ട് നോട്ട് ദ ബിഗ് വൺ. ചെറുത് ഇത്ര ഉണ്ടാവും. അവൻ ഈ ക്യാൻവാസിൽ പെയിൻറ് ചെയ്യുമായിരുന്നു. വാട്ടർ കളർ പെയിൻറ്റിങ്സ്. അങ്ങനത്തെ കുറേ മിനി ക്യാൻവാസ് പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. എല്ലാം അവൻ തന്നെ വരച്ചത്. ബട്ട് എല്ലാം ഒരേ ചിത്രമായിരുന്നു. ബ്ലാക്ക് സ്കൈ, വൈറ്റ് ക്ലൗഡ്സ്, ദാറ്റ്സ് ഇറ്റ്. വേറൊന്നുമില്ല. എല്ലാ പെയിൻറ്റിങ്സോ? എവറി സിംഗിൾ വൺ ഓഫ് ദം. സെക്കൻഡ് ഇയറിൽ ഒരു കോഴ്സിൻ്റെ പ്രോജക്റ്റിൽ നമ്മൾ രണ്ടുപേരുമായിരുന്നു പാർട്ട്നേഴ്സ്. അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ റൂമിലിരുന്ന് നമ്മൾ എന്തോ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാൻ അവൻ്റെ ഡെസ്കിൽ ഈ മിനി ക്യാൻവാസിൽ ഒരെണ്ണം കണ്ടത്. വരയ്ക്കാറുണ്ടോ ചോദിച്ചു. അവൻ പറഞ്ഞുണ്ടെന്ന്. എന്താ വരയ്ക്കാറോ ചോദിച്ചു. അപ്പോൾ അവൻ്റെ കബോർഡ് തുറന്നൊരു വലിയ ഷൂ ബോക്സ് പുറത്തെടുത്തു. അത് നിറയെ പെയിൻറ്റിങ്സ് ആയിരുന്നു ഈ മിനി ക്യാൻവാസിൽ വരച്ചത്. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൗഡ്സിൻ്റെ പെയിൻറ്റിങ്സ്. എനിക്കതിന് ചിരിയാ വന്നേ. ഞാൻ അവനോട് ചോദിച്ചു എന്താ എല്ലാ പെയിൻറ്റിങ്സും. അപ്പം അവൻ പറയാ അവനത് മാത്രമേ വരയ്ക്കാൻ അറിയുള്ളൂ എന്ന്. While he was talking to me, ഞാൻ അവൻ്റെ ബോക്സിൽ നിന്നൊരു പെയിൻറ്റിങ് എടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടു. ഇറ്റ് ഹാപ്പൻസ് വിത്ത് മീ. എനിക്കത് റെസിസ്റ്റ് ചെയ്യാനാവില്ല. യു തിങ്ക് ഹി ന്യൂ? അവന് മനസ്സിലായിട്ടുണ്ടായിരിക്കുമോ ഞാൻ അവൻ്റെ പെയിൻറ്റിങ് എടുത്തത്? അവൻ കണ്ടിരുന്നോ നീ എടുക്കുന്നത്? പിന്നെങ്ങനെ? What if he found out later? But if it's like what you said, എന്നുവെച്ചാ I mean, എൻ്റെ അടുത്തൊരു ബോക്സ് ഫുൾ ഓഫ് പെയിൻറ്റിങ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം പോയാൽ ഞാൻ അറിയോ? ഐ ഡോണ്ട് തിങ്ക് സോ. ആൻഡ് നിൻ്റെ കാര്യത്തിൽ എല്ലാ പെയിൻറ്റിങ്സും ഒരേപോലെയാണ്. There's no way you could have known. Unless he kept account, of course. അത് കഴിഞ്ഞ് ഫൈനൽ ഇയറിൽ ഞാൻ അവൻ്റെ ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചു ഇപ്പോഴും ക്ലൗഡ്സ് വരയ്ക്കാറുണ്ടോ എന്ന്. യു നോ വാട്ട് ഹി സെഡ്? ആയിരത്തിയപ്പോൾ നിർത്തിയെന്ന്. ഫൗണ്ട് ഔട്ട്. ആരായിരുന്നു ഫോണിൽ? ഉമ്മയായിരുന്നു. എന്നാ വിശേഷം? നമ്മൾ പണ്ട് ആദ്യം വയനാട്ടിലായിരുന്നു. എനിക്കൊരു 8 വയസ്സാവുന്നവരെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന. അവിടെ നെയ്ബേഴ്സായിട്ടൊരു ഫാമിലി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒരു കുട്ടിയും. അവൻ്റെ കൂടെയായിരുന്നു ഞാൻ എപ്പോഴും കളിക്കാറ്. അവനെ നല്ല സൂയിസൈഡ് ചെയ്തു. യാ അല്ലാ. ഉമ്മ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വന്നു. അവിടുത്തെ ആൾക്കാരും നമ്മുടെ വീടും നമ്മൾ കളിക്കാറുള്ള സ്ഥലമൊക്കെ. നമ്മൾ എപ്പോഴും ഒളിച്ചുമ്പൊത്താണ് കളിക്കാറ്. അവിടെ അവൻ്റെ വീടിൻ്റെ ബാക്കിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാൻ. ആ സ്ഥലം മൊത്തം പുല്ലായിരുന്നു, എന്നിങ്ങാട്ട് നീളത്തിൽ. നമ്മളെല്ലാവരും ഒളിച്ചും പൊത്തും കളിക്കുമ്പോൾ ഞാനെപ്പോഴും അവിടെ പോയിട്ട് ഒളിക്കാറ്.
ഒറ്റയ്ക്ക് ആ പുല്ലിൻ്റെ ഇടയിൽ. പേടിയാവല്ലേ നിനക്കപ്പം? അതാ ഞാനും ആലോചിച്ചത്. ഇപ്പൊക്കെ ആണെങ്കിൽ പേടിച്ചിട്ട് അങ്ങോട്ട് പോവേ ഇല്ല. ഇനി എന്താ മുറിക്കണ്ടേ? ഇനി നീ 2 ചിക്കു കുരു കളഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചോ. എന്നെ ആരും കണ്ടുപിടിക്കാറേയില്ല. ബാക്കി എല്ലാവർക്കും അങ്ങോട്ട് വരാൻ പേടിയായിരുന്നു എന്നാണ് തോന്നുന്നത്. എല്ലാവരെയും കണ്ടുപിടിച്ചതിന് ശേഷം അവരെല്ലാവരും എൻ്റെ പേര് ഒച്ചത്തി വിളിക്കും, എവിടെയാന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ മെല്ലെ വേറെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് പറയും ഞാൻ അവിടെ ഉണ്ടെന്ന്. എല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എവിടെയായിരുന്നു എന്ന്. അപ്പം ഞാൻ ചിരിച്ചിട്ട് അത് സീക്രറ്റാന്ന് പറയും. നീ ആൾ കൊള്ളാലോ. അവനായിരുന്നു എപ്പോഴും എല്ലാവരും ആദ്യം കണ്ടുപിടിക്കുക. എപ്പോഴും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അവൻ. ഒന്നില്ലെങ്കിൽ ചുമരും ചാരി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ടാവും. ഒളിക്കാനേ അറിയില്ലായിരുന്നു അവന്. ഒരു ദിവസം ഞാനായിരുന്നു കണ്ടുപിടിക്കേണ്ട ആൾ. കളി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇപ്രാവശ്യം അവനെയാണ് ആദ്യം കണ്ടുപിടിക്കുന്നതെങ്കിൽ അവനെ പിന്നെ കളിക്ക് കൂട്ടില്ല എന്ന്. എനിക്ക് കണ്ടുപിടിക്കാനാവാത്ത എവിടെയെങ്കിലും പോയി ഒളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അപ്രാവശ്യം അവൻ സാധാരണ ഉണ്ടായിരുന്ന സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബാക്കി എല്ലാവരെയും കണ്ടുപിടിച്ചു, എന്നിട്ട് അവനെ കിട്ടിയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിലത്ത് കുറേ കല്ലൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കല്ല് ഇവിടെ, ഒരു കല്ല് ഇവിടെ, ഒരു പാത്ത് പോലെ. ഞാൻ അത് ഫോളോ ചെയ്ത് ഇങ്ങനെ പോയി. അതിൻ്റെ അറ്റത്തൊരു ഏണിയായിരുന്നു. ഏണിയുടെ ഏറ്റവും മുകളിലായിരുന്നു അവൻ. പക്ഷെ അവന് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ താഴെ നിന്ന് നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കരയാൻ തുടങ്ങി. പിന്നെ അവൻ്റെ അച്ഛൻ വന്നിട്ടാ അവനെ താഴെ ഇറക്കിയ. കുറേ ചീത്ത കിട്ടി അവനന്ന്. അപ്പോൾ ആ കല്ലെല്ലാം ആരാ എടുത്തു വെച്ച്? അത് അവൻ തന്നെ വെച്ചേ. എന്തിനാ കല്ല് വെച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവനെ ഒളിച്ചിട്ട് നമ്മളാരും അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അവനെ ശരിക്കും കാണാണ്ടായി പോയല്ലോ എന്ന് പേടിച്ചിട്ടാ ഒളിക്കുന്നതിന് മുന്നേ കല്ലെടുത്ത് വെച്ചെന്ന്.